പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ഒന്നാം വായനയിലൂടെ ദൈവം നമ്മോട് പറയുന്നു, ജെറുസലേമേ ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും. എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ പുതിയ ശോഭയിലേക്കും വരും. യേശുവാകുന്ന പ്രകാശം ഈ ലോകത്തിൽ വന്നു കഴിഞ്ഞു. കർത്താവിൻ്റെ മഹത്വം നമ്മുടെ മേൽ ഉദിച്ചിരിക്കുന്നു. നമുക്ക് ചുറ്റും ദുരിതങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായാലും ദൈവത്തിൻ്റെ മഹത്വം നമ്മെ വളയും. അവിടുന്ന് നമ്മെ സംരക്ഷിക്കും. നാം പാപം വിട്ടെറിഞ്ഞ് യേശുവാകുന്ന പ്രകാശത്തെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ച് ജീവിക്കാം. ഇന്നത്തെ രണ്ടാം വായനയിൽ വിശുദ്ധ പൗലോസ് പറയുന്നു, ഇപ്പോൾ അവിടുത്തെ വിശുദ്ധരായ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടതുപോലെ മറ്റു തലമുറകളിലെ മനുഷ്യർക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല. ഈ വെളിപാടനുസരിച്ച് വിജാതിയർ കൂട്ടവകാശികളും ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശു ക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗഭാഗികളുമാണ്. യേശു ലോകത്തിൻ്റെ മുഴുവൻ്റെയും രക്ഷകനാണ്. അവിടത്തേക്ക് പക്ഷാപാതമില്ല. യേശുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം യേശുവിലൂടെ നൽകിയിരിക്കുന്ന രക്ഷ ലഭിക്കും. വിശുദ്ധിയിൽ ജീവിച്ച് ദൈവത്തെ സന്തോഷിപ്പിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത്, ഹെറോദസ് രാജാവിൻ്റെ കാലത്ത് യൂദയായിലെ ബത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യദേശത്തു നിന്നും ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട് ഹെറോദസ് രാജാവ് അസ്വസ്ഥനായി. യേശു ജനിച്ച സമയം അന്വേഷിച്ചിരുന്നു. യേശുവിനെ കണ്ടു കഴിയുമ്പോൾ എന്നെയും വിവരമറിയിക്കുക, ഞാനും ചെന്ന് ആരാധിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞ് അവരെ അയച്ചു. നക്ഷത്രം അവരെ നയിച്ചുകൊണ്ട് ഉണ്ണീശു ജനിച്ച സ്ഥലത്ത് നക്ഷത്രം ഈ ജ്ഞാനികളെ കൊണ്ടു നിർത്തി. അവർ യേശുവിനെ കണ്ടു, കുമ്പിട്ട് ആരാധിച്ചു. പൊന്നും മീറയും കുന്തിരിക്കവും അവർ കാഴ്ചയർപ്പിച്ചു. സ്വപ്നത്തിൽ ദൈവം അവർക്ക് നൽകിയ മുന്നറിയിപ്പനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോകുന്നു. ഇന്ന് തിരുസഭ യേശുവിൻ്റെ പ്രത്യക്ഷണ തിരുനാൾ ആഘോഷിക്കുന്നു. നമ്മൾക്കും ഒരു നക്ഷത്രമാകാം. ഒരു നക്ഷത്രത്തെ അയച്ചുകൊണ്ട് ദൈവം ജ്ഞാനികൾക്ക് വഴികാട്ടുന്നു. യേശുവിനെ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്ന ഒരു നക്ഷത്രമാകാം. ഹെറോദസിനെ പോലെ ആകാതെ എളിമപ്പെടാം. മറ്റുള്ളവരെ അംഗീകരിക്കാം. മറ്റുള്ളവരെ വളരാൻ അനുവദിക്കാം. യേശുവിൻ്റെ അടുക്കൽ ചെല്ലാം. അപ്പോൾ അവിടുന്ന് രാജാവാണെന്നും രക്ഷകനാണെന്നും ദൈവമാണെന്നും നമ്മൾക്ക് വെളിപ്പെടുത്തി തരും. നമ്മുടെ സമൂഹത്തിലുള്ളവർക്ക് നമുക്ക് ഒരു അനുഗ്രഹമായി മാറാം. യേശുവിനെ ദർശിച്ചപ്പോൾ ജ്ഞാനികൾ പുതിയ മനുഷ്യരായി മറ്റൊരു വഴിയെ അവരുടെ ദേശങ്ങളിൽ
മടങ്ങി നമ്മിൽ യേശുവിൻ്റെ സാന്നിധ്യം വന്നു കഴിയുമ്പോൾ നമ്മുടെ തിന്മ രീതികളൊക്കെ മാറി യേശു കാണിച്ചു തരുന്ന നന്മയുടെ രീതിയിൽ നാം സഞ്ചരിക്കാൻ ശ്രമിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.